தன்னுயிரே பாவிகள்கா தன்னவனாம் நீயினியோ ஓம் தன்னுயிரே பாவிகள்கா தன்னவனாம் நீயினியோ தள்ளிடுமோ ஏழையன்னே தள்ளிடுமோ ஏழையன்னே தீருமோனின் ஸ்நேகமென்னில் தீருமோனின் ஸ்நேகமென்னில் அனுக்கிரகத்தே ஆதிபதியே ஆனந்த் பெரும் அனுக்கிரகத்தே ஆதிபதியே ஆனந்த கிருபா பெரும் அனுக்கிரகத்தே பதியே ஆனந்த கிருபா பெரும் பாரிடமாம் பாழ்மணலில் பார்த்திடும் ஞானின் தணலில் பாரிடமாம் பாழ்மணலில் பார்த்திடும் ஞான் நீண்டனலில் மரணடினோ மளவில் மரணடினோ ஓ வருமளவில் மறைஞ்சிடும் நின் மார்பிடத்தில் மறைஞ்சிடும் நின் மார்பிடத்தில் ஆமென் அனுக்கிரகத்தே பதியே ஆனந்த கிருபா. The heaven is open. சொர்க்கம் திறக்கப்படுன்னு சொர்க்கம் திறக்கப்படுன்னு ஆராதனை கூட ஆரம்பத்தில் தன்னே அபிஷேக மழை ஓரோ ஆளுகளோட உள்ளிலும் 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 ஓ தீ வியாபரிக்கின்ற அக்னி வியாபரிக்கின்ற நீ அறியாது நிற்கிறதே நீ அறியாது அனங்காது நிற்கிறதே ஓ பயங்கரன் சூரியன் சம்பூர்ண சோபையோடு பிரகாசிക്കുന്നത് പോലെ അവന്റെ മുഖം അവൻ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണി യേശുവല്ല ഒരു സൂര്യൻ മുഴു ശോഭയോട് പ്രകാശിക്കുന്നത് പോലെ അവന്റെ മുഖം അനേക രാജമുടികൾ അവന്റെ ശിരസിൽ അവന്റെ കണ്ണുകൾ അഗ്നിജ്വാല അവന്റെ കരത്തിൽ 7 നക്ഷത്രം സ്തുതിക്കുക 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 സ്തുതിക്കുക. Let us break the limit and praise him. Let us break the limit and praise him.
അതിരുകൾ ഉടച്ചെറിഞ്ഞ് നമുക്ക് ഉന്നതനെ സ്തുതിക്കാം പ്രിയമുള്ളവരെ. അവൻ വന്നിട്ടുണ്ട് നിന്നെ മാറോട് ചേർക്കുവാൻ, നിന്നെ ഉള്ളോട് ചേർക്കുവാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ. നന്ദി യേശുവേ, അങ്ങയുടെ സമ്പൂർണ്ണ രാജരീക സാന്നിധ്യത്തിനായി നന്ദി. ഞാനൊരു പൊട്ടൻ, ഞാനൊരു ഊമൻ, ഞാൻ വാക്ക് സാമർഥ്യമില്ലാത്തവൻ, ഞാൻ ഭോഷൻ. അങ്ങയുടെ മക്കൾക്ക് വേണ്ട ഭോഷണം, ആഹാരം, തേൻ കട്ട എൻ്റെ നാവിൽ ഇട്ടു തരണമേ. അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കരം നീട്ടി സർവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ഐസയാ 41 10 വചനം. ഐസയാ ദീർഘദർശനം 41 അധികാരം 10 വചനം. ഐസയാ പ്രവചനം 41 10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പോരാ, நீ பயப்படாதே. தேவன் சொல்லுகிறார், நான் உன்னோடு கூட இருக்கிறேன். Fear not. God says, I am with you. I am with you. ஜாதி நோக்கி இருக்கின்றவன் மனுஷன், தோலிൻ്റെ കളർ നോക്കി ഇരിക്കുന്നവൻ മനുഷ്യൻ, ഉന്നതനോ ദാരിദ്ര്യവാസിയോ എന്ന് തൻ്റെ തുലാസെടുത്ത് അളന്ന് അടുത്തിരിക്കുന്നവൻ മനുഷ്യൻ, പ്രതിപക്ഷമോ ഭരിക്കുന്ന പക്ഷമോ എന്ന് തിട്ടപ്പെടുത്തി നിന്റെ അടുത്ത് വന്നിരിക്കുന്നവൻ മനുഷ്യൻ. കർത്താവ് അരുളി ചെയ്യുന്ന, നീ ഏത് ജാതിയോ ഏത് പരദേശിയോ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു. അതാണ് യേശു ജനിച്ച അന്ന് ദൂതന്മാർ അറിയിച്ചതും. നിങ്ങൾ ഭയപ്പെടേണ്ട, 400 ആണ്ടുകൾ കവി തകർത്ത ഇരുളിൻ്റെ ഭയം ഇന്നോട് മാറുന്നു. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. എന്തുകൊണ്ട് ഭയത്തിന്മേൽ ഇങ്ങനെ ഭയം? യോഹന്നാൻ ലേഖനത്തിൽ 1 യോഹന്നാൻ 4:18 വചനത്തിൽ മരുന്ന് പോലെ, ഔഷധം പോലെ ഒരു ഭയങ്കര വചനമുണ്ട്. ഭയത്തിൽ വിസനമുണ്ട്. ആമേൻ, ആമേൻ. There is torment in fear. ഭയത്തിൽ വിസനമുണ്ട്. ആരും ആഗ്രഹിക്കാത്ത വിസനം ഭയത്തിലുണ്ട്. 2000 ആണ്ടുകൾക്ക് മുമ്പ് നഗ്നനായി അവൻ്റെ മേലങ്കിയുടെ അറ്റം തൊട്ടവർക്ക് സവിക്കാം. അത്ര ഭയങ്കരൻ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി നഗ്നനായി ക്രൂസിൽ കിടന്നപ്പോൾ അവനെക്കുറിച്ച് പ്രവാചകൻ ഐസയ എഴുതുന്നു, He was a man of sorrow. ഐസയ 53:3. അവൻ നമ്മുടെ എല്ലാവരുടെയും വിസനപാത്രമായി, നാം എല്ലാവരുടെയും യുഗായുഗമായി ജനിച്ചു മരിച്ച സർവ്വ ആളുകളുടെയും, ഏത് ജാതിയോ ഏത് മതമോ ഏത് വർണ്ണമോ ഏത് ഭാഷയോ, സർവ്വ ആളുകളുടെയും വിസനപാത്രമായി യേശു. He became a man of sorrow. ഭയത്തിൽ വിസനമുണ്ട്. ഐസയ 53, 3, 4, 5, 6 വചനങ്ങളിൽ വേദന എന്നുള്ള വിസനം, വ്യാധി എന്നുള്ള വിസനം, ശിക്ഷ എന്നുള്ള വിസനം,
അക്രമം എന്നുള്ള വ്യസനം, അതിക്രമം എന്നുള്ള വ്യസനം, ഇതിൽ നിന്നെല്ലാം മോചനം തരുവാൻ വന്നവൻ്റെ പേരാണ് യേശു ക്രിസ്തു. മടമാറ്റാൻ വന്നവനല്ല. മനുഷ്യ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ വ്യസനത്തിൽ നിന്ന് മോചിക്കുവാൻ, നിന്റെ അക്രമത്തിൽ നിന്ന് മോചിക്കുവാൻ, നിന്റെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ, നിന്റെ അതിക്രമത്തിൽ നിന്ന് മോചിക്കുവാൻ, നീ ഏൽക്കേണ്ട ശിക്ഷയിൽ നിന്ന് നിന്നെ മോചിക്കുവാൻ വന്ന് പാപം ഇല്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ. ആമേൻ, ഹല്ലേലൂയ. അവൻ വ്യസനപാത്രമായി. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഭയങ്കര വ്യസനം, നിത്യ വ്യസനം ഒന്ന് മനുഷ്യന് കൊണ്ട് ജീവിക്കുന്ന കാലത്ത് തൻ്റെ രക്ഷിതാവിനെ അറിയാതെ, അറിഞ്ഞും ധിക്കരിച്ച് പരിഹസിച്ച് മണ്ണോട് മണ്ണായി പോകുന്നവന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവന് നിത്യ ശിക്ഷ, നിത്യ നാശം, നിത്യ ദണ്ഡനം, നിത്യ നിന്ദ. സങ്കീർത്തനം 21:15, 1 ദശമൂലം 4:16, ദാനിയേൽ പ്രവചനം 12:2, യോഹന്നാൻ സുവിശേഷം 5:29. നിത്യ ദണ്ഡനം, നിത്യ ശിക്ഷ, നിത്യ ലജ്ജ, നിത്യ നാശം എന്നുള്ള വ്യസനത്തിൽ നിന്ന് എന്നേക്കും മോചനം നൽകുവാൻ വന്ന വ്യസനപാത്രം യേശു. അവൻ്റെ പേരാണ് യേശു. ഭയത്തിൽ വ്യസനം ഉണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വചനത്തിൽ, ആ വചനം ഞാൻ ചുംബിച്ച് ഒരു 10-50 പ്രാവശ്യം വായിച്ചു. അത്ര മനോഹരമായ വചനം. കേട്ടുകൊള്ളുക. എബ്രായർ 4:1, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ ക്രിസ്തു മുഖാന്തരം നിനക്ക് ലഭ്യമാകുന്ന സ്വർഗം നിനക്ക് ഉള്ളതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും, നിങ്ങൾക്കോ നിങ്ങളുടെ തലമുറയ്ക്കോ നിങ്ങളുടെ ദേശക്കാർക്കോ നിങ്ങളുടെ ജാതിക്കാർക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ സമൂഹത്തിൽ ഉള്ള ആളുകൾക്കോ ഈ സ്വർഗം, ഈ നിത്യ രക്ഷ, നിത്യ മാനം നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരുപ്പാൻ നാം ഭയപ്പെടുക. ആമേൻ. Let us fear. I should not miss my heaven. Let us fear. I should not lose my heaven. Let us tremble. I should not miss Jesus Christ. ഒരു ചിറങ്ങ് മാറുന്നതിനല്ല, ഒരു ചിട്ടി കിട്ടുന്നതല്ല, ഒരു ആൺകുട്ടി പ്രസവിക്കുന്നതല്ല, കണ്ടവനോട് മതിൽ ചാടുന്നതല്ല. അതെല്ലാം ഇവിടെ തീരും. ഇതൊക്കെ ദൈവം തരുന്ന നന്മകൾ, ദൈവം തരുന്ന ഉപകാരം. ഇറ്റ് ഈസ് നോട്ട് യുവർ ലൈഫ്. നമ്മുടെ പ്രാണൻ നശിച്ചു പോകരുത്. നമ്മുടെ പ്രാണനാഥൻ നമ്മെ നോക്കി ദുഃഖിക്കരുത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നാം കളങ്കമില്ലാത്തവരായിരിക്കണം. Can your minister കഴിയുമോ? അതാണ് വിജയം. നാം ദൈവസന്നിധിയിൽ അവൻ്റെ സിംഹാസനത്തിൽ അനേക രാജമുടികൾ ധരിച്ചിരിക്കുന്ന അഗ്നി കണ്ണുകളുടെ ഉടമസ്ഥനായ യേശുവിൻ്റെ പാദത്തിൽ പോയി നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നമ്മെ ഊടുരുവും, നമ്മുടെ ഉള്ളിനത് ഊടുരുവും. അപ്പോൾ കളങ്കമില്ലാത്തവരായിരിക്കണം. ആമേൻ, ആമേൻ. അതിന് ഭയപ്പെടുക.
We should not miss Jesus Christ. We should not miss eternal life. We should not miss everlasting rest. அது நஷ்டமாய் நமக்கோ நம்முடைய ஆளுகளுக்கோ அது நஷ்டப்பட்டு എന്ന് വരാതിരുപ്പാൻ നാം ഭയപ്പെടുക. ആമേൻ. ഒരു ഭാഗത്തിൽ ഭയപ്പെടേണ്ട, മറുഭാഗത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു നീ ഭയപ്പെടുക എന്ന്. അതാണ് നമ്മുടെ ചിന്താ വിഷയം. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ടാൽ ഭയപ്പെടുവാൻ പാടില്ലാത്ത ഒന്നിനും നീ ഭയപ്പെടേണ്ട. ആമേ. വാ തുറക്കുന്നില്ലല്ലോ. രാജാതി രാജാവിന് ദൈവ പൈതലേ, നീ ഭയപ്പെട്ടാൽ ഭയപ്പെടുവാൻ പാടില്ലാത്ത ഒന്നിനും നീ ഭയപ്പെടേണ്ട ആവശ്യമേ വരികയില്ല. ആമേൻ. ഹല്ലേലൂയ. ആരെ ഭയപ്പെടരുത്? ഒന്ന്, ഭയപ്പെടേണ്ട, മറുഭാഗത്തിൽ ഭയപ്പെടുക. ആരെ ഭയപ്പെടരുത്? നമ്പർ 1, നിന്റെ ഭാവിയെ കുറിച്ച് നീ ഒട്ടും ഭയപ്പെടരുത്. ആമേൻ. അപ്പനില്ലാതെ വളർന്നവൻ, ഉടുത്ത തുണി മാറി ഉടുപ്പാൻ വേറൊരു തുണിയില്ലാതെ വളർന്നവൻ, എവിടെ നിന്ന് വിശപ്പിനായി കതറി നിലവിളിച്ചുവോ അതാത് സ്ഥലത്തിലെല്ലാം ദൈവം എന്നെ കൊണ്ടുപോയി വൻ ക്രൂസേഡുകൾ നടത്തി എന്നെ ദൈവം എന്നെ മാനിച്ചു. ഈ ദൈവമാണ് നിനക്കുമുള്ളത്. കിളവി കടയല്ല നീ കേൾക്കുന്നത്, കിളവി കടയല്ല കേൾക്കുന്നത്. മൈ ഗോഡ് ഈസ് റിയൽ. ഭാവിയെ കുറിച്ച് നീ ഭയപ്പെടരുത്. സതിസഭയ്ക്ക് 27:1 never boast on tomorrow. ഉയരത്തിൽ നിന്ന് 6 ലക്ഷം പുരുഷന്മാരടങ്ങുന്ന മനോഹരമായ വലിയ സമൂഹമാം ഇസ്രായേൽ ജനത്തിന് പ്രഭാതം വെയിൽ മൂക്കുമ്പോൾ, വെയിൽ മൂക്കും മുമ്പ്, വെയിലിന്റെ ചൂട് മൂക്കും മുമ്പ് പ്രഭാതം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉറഞ്ഞ മഞ്ഞുപോലെ വെയിലിൽ ഉരുകിപ്പോകുന്ന മന്ന. Israel people, the Bible says, they collected and asked each other, what is this? പെറുക്കിട്ട് തമ്മിൽ അത്ഭുതപ്പെട്ട് ചോദിക്കും, ഇത് എന്ത്, ഇത് എന്ത്? അതിൻ്റെ എബ്രായ ഭാഷയാണ് മന്ന. മന്ന ഉറഞ്ഞ മഞ്ഞ് പോലെ വെയിലടിക്കുമ്പോൾ ഉരുകിപ്പോകുന്ന മന്ന. ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ദൈവം നൽകി. പുറപ്പാട് 16:9 യു കളക്ട് ഓൺലി ഇറ്റ് ഫോർ ടുഡേ, നോട്ട് ഫോർ ടുമാറോ. നീ പെറുക്കെടുക്കുന്ന മന്ന അത് ഇന്നത്തേക്ക് മാത്രം, നാളേക്ക് വേണ്ടി വലിയ പിടിച്ച് പിറക്കി അടുക്കി കളയരുതേ. കാരണം നാളെയും ഞാൻ തന്നെയാണ് നിന്റെ ദൈവം. ആമേൻ. ഭർത്താവ് ഇല്ല, പണമില്ല, കിടപ്പിടമില്ല, ബന്ധുക്കളില്ല, പെൺകുട്ടികളാണ്, മക്കൾ ഒന്നും ആയിട്ടില്ല, അടുത്ത നേരത്തേക്കൊരാഹാരമില്ല, ജീവിതം, കുടുംബ ജീവിതം ചൂട് നേരത്ത് മണ്ണ് പിളർന്നതുപോൽ പിളർന്ന് നിൽക്കുന്ന ആശങ്കയോട് ഞാൻ നാളെ എന്ത് ചെയ്യും? ഇന്ന് മരിച്ചു പോകുന്ന ദൈവമല്ല ഈ ദൈവം, നാളേക്കും ഇവൻ തന്നെയാണ് ദൈവം. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. മത്തായി സുവിശേഷം 6:11 Give us today our daily bread, not tomorrow's bread. അന്നുള്ള ആഹാരം, ഇന്നുള്ള ആഹാരം എനിക്ക് ഇന്ന് തരണമേ. നാളെ ഇന്നുള്ള ആഹാരം നീ എനിക്ക് ഇന്ന് തന്നാൽ നാളെ നീ നിശ്ചയമായി തരും. ആമേൻ. ഇന്നുള്ള ആഹാരം, അന്നുള്ള ആഹാരം. ഇന്ന് വേണ്ടത് പെറുക്കിക്കൊള്ളുക. നാളേക്ക് വേണ്ടത് ഇന്ന് പെറുക്കിയാൽ കിർമിച്ച് നാറും.
നമ്മുടെ കാലഘടികൾ തമ്പുരാൻ ക്രിസ്തുവിൻ്റെ കയ്യിൽ. മറക്കല്ലേ. സംശയം എന്തെങ്കിലും ഉണ്ടോ? സംശയമുണ്ടെങ്കിൽ അത് ഇന്ന് കളയണം. പാപിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. സദൃശവാക്യം 27:1. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, നീ ഒറ്റയ്ക്കൊരു മനുഷ്യൻ, നിന്റെ വീട്ടിൽ കുടുംബത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു വിശ്വാസി, നിന്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ ഒറ്റയ്ക്ക്, ഈ സമൂഹത്തിൽ എൻ്റെ കുടുംബം ഒറ്റയ്ക്ക്, ഞാൻ ഏകൻ, ഞങ്ങൾ കുറച്ചു പേരാണ് ഈ ദേശത്തിൽ വിശ്വാസികൾ എന്ന് നീ ഭയപ്പെടേണ്ട ദൈവമക്കളെ. ബൈബിൾ വാഗ്ദത്തം നൽകുന്ന ലൂക്കോസ് സുവിശേഷം 12:32 ചെറിയ ആട്ടിൻകൂട്ടമേ നീ ഭയപ്പെടേണ്ട. ആമേൻ. ചെറിയ ആട്ടിൻകൂട്ടമേ നീ ഭയപ്പെടേണ്ട. ഒന്ന്, നാളെയെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട. രണ്ട്, ചെറിയ ആട്ടിൻകൂട്ടമേ നീ ഭയപ്പെടേണ്ട. കർത്താവ് നൽകിയ വൻ ഉത്തരവാദിത്വം, കൂടാര പണി ചെയ്ത് വലിയ മുതലോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്പർശനം വൃത്തിയായി സമ്പൂർണമായി പ്രാപിച്ചെടുത്ത് പഠിത്തത്തിൽ മേധാവിത്വവും കേമനും വലിയ മനുഷ്യനുമായ പൗലപ്പോസ്തലൻ മനുഷ്യന്റെ മുഖം നോക്കാതെ സ്വർഗത്തിൻ്റെ ശബ്ദം കേട്ട് അപ്രകാരം ഒട്ടും കൂട്ടാതെ കുറയ്ക്കാതെ വിളിച്ചു പറഞ്ഞപ്പോൾ പൗലോസിനെ ഒറ്റയ്ക്കാക്കി, പൗലോസിനെ തനിച്ചാക്കി, പുൽപിറ്റിൽ നിന്ന് പിടിച്ചിറക്കി ആലയത്തിൽ ഇട്ട് ഇഴുത്ത് വാതിൽ തുറന്ന് പുറത്താക്കി. പട്ടണം ഇളകി, പട്ടാളമും ഇളകി. അപ്പോസ്തലർ 21:30, അപ്പോസ്തലർ 21:31, അപ്പോസ്തലർ 21:32 ഈ വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. He was shut out of the temple. They closed the door. The whole city was moved. The military camp was alarmed. സഹസ്രാധിപൻ ഓടി വന്ന്, ചീഫ് ക്യാപ്റ്റൻ, പട്ടണം ഇളകി, പട്ടാളമും ഇളകി. സുവിശേഷം അറിയിക്കുന്ന, സത്യ സുവിശേഷം അറിയിക്കുന്ന പൗലോസ് ഒറ്റയ്ക്കായി ഭയപ്പെട്ട് 40 ആളുകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 23:12 40 കള്ള ഭക്തന്മാർ രാത്രി പകൽ വെള്ളം പോലും കുടിക്കാതെ 40 നാളുകൾ പൗലോസിന്റെ ജീവന് കൊള്ളയിടുവാൻ ഉപവസിച്ചു. ശരിക്കും പൗലോസ് ഒറ്റയ്ക്കായി. അന്നാണ് സ്വർഗം തുറന്ന് അർദ്ധരാത്രിയിൽ പൗലോസിന്റെ മുമ്പിൽ കർത്താവ് ഇറങ്ങി, മകനെ നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ധൈര്യപ്പെടുക. ഇവിടെ ചെയ്തതുപോൽ റോമാപുരിയിൽ നിനക്കൊരു സുവിശേഷമുണ്ട്, നിനക്കൊരു പ്രവർത്തനമുണ്ട്. You are not alone. I am with you. നീ ഭയപ്പെടേണ്ട. ഒരു മനുഷ്യനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. അവൻ വെറും മാംസഭുജം. നിന്നോട് കൂടെ ഞാൻ ഉണ്ട്. എത്ര പേർ നിന്നെ ചുറ്റും വന്ന് ഉപരോധിച്ചാലും ആളുകളെക്കാൾ അധികം ദൂതന്മാരുടെ സേന നിന്നെ ചുറ്റും ഞാൻ നയിച്ചു നിന്നെ സംരക്ഷിക്കും. ഇത് പൗലോസിന് മാത്രമുള്ളതല്ല. യേശുവിനെ കെട്ടിയായി പിടിച്ച് നീ ജീവിച്ചാൽ ഈ വാഗ്ദത്തം നിനക്കും എനിക്കുമുള്ളതാണ്. 35 ആണ്ടുകാല കർത്താവിൻ്റെ ജീവിതത്തിൽ, കർത്താവിനോടൊപ്പമുള്ള വേലയിൽ ഇടക്കാട്ടിലും ഭയങ്കര പ്രവർത്തനങ്ങൾ സ്വർഗത്തിലെ ദൈവം ഈ പുഴുവിന് ചെയ്ത് മാനിച്ചിട്ടുണ്ട്. ആ കർത്താവ് നിന്നോട് ഉണ്ട്. നിന്റെ കണ്ണിനീർ തുടയ്പ്പാൻ. നീ ഏകനല്ല, നീ ഒറ്റയ്ക്കല്ല.
നീ ചെറിയ കൂട്ടമല്ല, നിന്റെ കുടുംബം ചെറിയ കൂട്ടമല്ല. 12 ആളുകൾ, 12 പ്രഭുക്കന്മാർ കനാൻ ദേശത്തിൽ ഈ സഭ കാൽപടിക്ക് മുമ്പ് ഒറ്റുനോക്കുവാൻ ദൈവം അയച്ചു. അതിൽ ഒരേ ഒരു മനുഷ്യൻ, the Bible says all other people brought the evil report. ദുർവർത്തമാനം, ദൈവത്തെ ചെറുതാക്കി കൊച്ചാക്കിയുള്ള വർത്തമാനം. കാലേബ് മാത്രം ഉള്ളിൽ ചൂടുള്ളവനായി, ആത്മനിറവുള്ളവനായി കൽപ്പിക്കുന്നു, സാക്ഷീകരിക്കുന്നു. അങ്ങനെ പറയരുതേ. 10 ആളുകളും സാക്ഷി പറയുന്നു, നമുക്ക് അത് അസാധ്യം. ആ പട്ടണത്തിൽ പോയി അത് കൈക്കൊള്ളുന്ന അസാധ്യം. അവരുടെ മുമ്പിൽ അവർ മല്ലന്മാർ, അവരുടെ മുമ്പിൽ നാം വെട്ടുക്കിളികൾ പോലെ. കാലേബ് ഉച്ചസ്വരത്തിൽ നിലവിളിക്കുന്നു, അങ്ങനെ പറയരുതേ. We will go and conquer the land. നമുക്ക് ചെന്ന് ആ പട്ടണം കൈവശമാക്കാം. കാരണം അവരിൽ ഉള്ളവനേക്കാൾ നമ്മുടെ ദൈവം വലിയവനല്ലോ. നാം ചെറിയ കൂട്ടമെങ്കിലും ദൈവം വലിയവനാണ്. ചെറിയ കൂട്ടമേ, ചെറിയ ആട്ടിൻകൂട്ടമേ, നീ ഭയപ്പെടേണ്ട. കാലേബിനെ പോലെ ഒറ്റയ്ക്കാണോ? പൗലോസിനെ പോലെ നീ ഒറ്റയ്ക്കാണോ? 38 ആണ്ടുകാലം ദീനം പിടിച്ചു. ആമേൻ. നിന്നെ കാണാത്ത ദൈവമാണോ? നിന്നെ മാത്രം കാണാത്തവനാണോ? യോഹന്നാൻ 5:6 അങ്ങ് കപ്പർനഹൂമിൽ നിന്ന് യേശു ബെതസ്ത കുളത്തിൽ കിടക്കുന്ന ഈ 38 വർഷ രോഗിയെ കിടന്നവന് യേശു ഇവനെ കണ്ട് അവൻ്റെ അടുക്കൽ പോയി. ഇപ്പൊ ഇവന്റെ പ്രശ്നം, ഇവന്റെ രോഗം അല്ലവയല്ല, ഏകാന്തത. എനിക്കാരുമില്ല. യോഹന്നാൻ 5:7 എൻ്റെ രോഗമല്ല പ്രശ്നം, എനിക്കാരുമില്ല. കർത്താവ് അരുളി ചെയ്യുന്ന ചെറിയ ആട്ടിൻകൂട്ടമേ, നീ ഭയപ്പെടേണ്ട. നെബൂഖദ്നേസർ, ദ പവർഫുൾ കിങ്, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാജ്യത്വം, ഏറ്റവും ഭയങ്കര ബലപ്പെട്ട രാജ്യത്വം, ദ കിങ്ഡം ഓഫ് ബാബേൽ. അതിൻ്റെ തലമൂത്ത രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഒരു ദേവനോടോ ഒരു മനുഷ്യരോടോ എൻ്റെ അതിർത്തിയിലുള്ള ആരും വാ തുറന്ന് പ്രാർത്ഥിച്ചു പോകരുത്. ഗവർണർമാർ, പ്രസിഡന്റുമാർ, രാജകുമാരന്മാർ, മജിസ്ട്രേറ്റുമാർ, എന്തിന് ദേശത്തിലുള്ള സർവാളുകളും മുട്ടുവറച്ച് രാജാവിൻ്റെ ഭാഗത്തിൽ വന്ന് സല്യൂട്ടടിച്ചു. ദേ ആൾ ഒബേഡ്. എല്ലാവരും അനുസരിച്ച്. ഒരേ ഒരുവൻ മാത്രം ഉള്ളിലെ അഗ്നി ഉള്ളവൻ, അവൻ്റെ പേര് ദാനിയേൽ. രാജാവേ, ഇതിന് എന്നെ കിട്ടത്തില്ല. അവൻ ഓടി എന്നും പ്രാർത്ഥിക്കുന്ന സ്ഥലം അവൻ പോയി മുട്ടുകുട്ടി. അതിനു മുമ്പ് ആ പ്രാർത്ഥന മുറിയുടെ കിളിവാതിലുകൾ തുറന്നിട്ടവൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ അർത്ഥം കാണുന്നവൻ കണ്ടോ, രാജാവേ, ഇനിയും ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആമേൻ. അവനെ സംരക്ഷിക്കുവാൻ സ്വർഗം ഇറങ്ങി വന്ന് അത്ര സിംഹത്തിൻ്റെ വായയും അടച്ചിക്കളഞ്ഞു. ആമേൻ. He's burdened over you. അവന് നിന്റെ മേൽ അവന് കരുതലുണ്ട്. നിന്റെ മേൽ നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ കുടുംബജീവിതത്തിൽ സമാധാനം തരുവാൻ, നിന്റെ പഠിത്തത്തിന് യോഗ്യമായ ഉദ്യോഗത്തിൽ നിന്നെ കയറ്റുവാൻ, തക്ക സമയത്ത് വിവാഹം നടത്തി തരുവാൻ, കുഞ്ഞുങ്ങളെ തരുവാൻ, ആരോഗ്യം തരുവാൻ, പഠിത്തം തരുവാൻ, നല്ല റാങ്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് നിന്റെ മേൽ ഒരു പദ്ധതി ഉണ്ട്.
അവന് വേണ്ടി ദൈവം ഇറങ്ങി. ഒറ്റയ്ക്കും ഭയപ്പെടാതെ ദൈവത്തിന്റെ സാക്ഷിയായി നിന്ന ദാനിയേലിന് വേണ്ടി ദൈവത്തിന്റെ കരം ഇറങ്ങി. സിംഹത്തിന്റെ വായ അവൻ അടച്ച് അവൻ ഉറങ്ങി. അവനെ ഇട്ട രാജാവിന് ഉറക്കം കെട്ട്. ദിസ് ഈസ് മൈ ഗാഡ്. ഇതാണ് എൻ്റെ ദൈവം. അവൻ അറിഞ്ഞുകൊള്ളുക. ചെറിയ ആട്ടിൻകൂട്ടമേ, നീ ഭയപ്പെടേണ്ട. കർത്താവ് പോകുമ്പോൾ തന്ന വാഗ്ദത്തം യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ചെറിയ ആട്ടിൻകൂട്ടമേ, നീ ഭയപ്പെടേണ്ട. ഒറ്റയ്ക്കായി, വീട്ടിൻ്റെ അകത്ത് ഒറ്റയ്ക്കായി ഭയപ്പെടേണ്ട. നെവർ യു ആർ അലോൺ. ജീസസ് ഷാൽ ബി ദേർ. നീ ദൈവസന്നിധിയിൽ വചനം വായിച്ച് കരയുന്ന ആളായിരുന്നാൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നീ മുട്ടുകുത്തും മുമ്പ് അവൻ നിന്റെ മുമ്പിൽ അവിടെ കാണും. റഗ്ഗ ലഞ്ചന ഷാലദൻ ധനദബ റംബ റഷല ധനദബ റക്കാല ദന്തനദബ. ഏകാന്തതയും ഒറ്റയ്ക്കുള്ള പേടിയും ഇപ്പോൾ വിട്ടുമാറുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ വിട്ടുമാറുന്നു. ഞാൻ ഏകൻ എന്നുള്ള നിലവിളി ഇന്നോട് വിട്ടുമാറുന്നു. ടി 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 ടി. ഈ ഹാളിനകത്ത് മാത്രമല്ല, വെളിയിലുള്ള ഹാളിലും എല്ലാ ആളുകളിലും അഗ്നി ഇറങ്ങുന്നു. ടി 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 ടി. അഭിഷേക തീ, അഭിഷേക തീ. കഷ്ട ദിവസത്ത് അവൻ ഏറ്റവും അടുത്ത തുണ. എങ്ങനെ? അവന് ഒരു പദ്ധതി ഉണ്ട് നിന്നെക്കുറിച്ച്. ഒരു കൂട്ടത്തെക്കുറിച്ചല്ല, ഓരോ ആളിനെക്കുറിച്ചും. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായി. അത് കർത്താവ് ഒട്ടും പിശകാതെ അവൻ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. ജെറേമിയ 29:11. ആ പദ്ധതി നിന്റെ തിന്മയ്ക്കായി അല്ല, നിന്റെ നന്മയ്ക്കായി. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് റോമർ 8:28, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിന്നെ ലാക്കാക്കി വരുന്നതെല്ലാം നന്മ എന്നല്ല. അതിൻ്റെ അർത്ഥം വരുന്ന എല്ലാ അമ്പുകളെയും ഒടിച്ച് മുറിച്ച് 4 തുമ്പാക്കി അതിൻ്റെ നെറ്റ് ഫലം നിന്റെ നന്മയ്ക്കായി ദൈവം ചെയ്തെടുക്കും. അതാണ് പദ്ധതി. ആ പദ്ധതി എങ്ങനെ നിറവാക്കുന്നത്? തൻ്റെ വചനശക്തിയാൽ. ഐശ്യ 55:11. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനം അവൻ്റെ ഇഷ്ടം ചെയ്യാതെ വെറുതെ അത് മടങ്ങി വരാതെ ഏത് ഉദ്ദേശത്തോട് വചനം അവൻ അയച്ചുവോ അത് ചെയ്തെടുത്തിട്ടേ വചനം അത് ദൈവത്തിൻ്റെ അടുക്കൽ പോവുകയുള്ളൂ. ചെറിയ ആട്ടിൻകൂട്ടമേ, നീ ഭയപ്പെടേണ്ട. നാളത്തെ ദിവസത്തിൽ എന്തെല്ലാം നടക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. ആകയാൽ ഭാവിയെക്കുറിച്ച് നീ ഒട്ടും ഭയപ്പെടേണ്ട. ആമേൻ. മനോഹരമാം ശീയോനിൽ ഞാൻ വേഗം ചേർന്നിടും. മനോഹരമാം ശീയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോം.
അവിടെ എത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും. ആനന്ദം കൂടിടും സാനന്ദം പാടിടും. ശ്രീയേശു രാജൻ മുമ്പാകെ, ശ്രീയേശു രാജൻ മുമ്പാകെ കുഞ്ഞാട്ടിൻ തേരോ രക്തത്താൽ ഞാൻ സുട്ടനായിത്തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ന്യായം പാടിടും. മഹത്വം രക്ഷക power, 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 power. ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ഞാൻ ഏകനായി, ഒറ്റയ്ക്കായി, ഞാൻ ചെറിയവൻ, ബലഹീനൻ എന്നുള്ള ഭയം വിട്ടുമാറുന്നു, വിട്ടുമാറുന്നു, വിട്ടുമാറുന്നു. ശോഭന, ശോഭന, you are alone in your community. You are alone in your own house. നിന്റെ സമൂഹത്തിൽ നീ ഒറ്റയ്ക്ക് ശോഭന. നിന്റെ വീട്ടിൽ പോലും നീ ഒറ്റയ്ക്ക്. എന്നാണ് നിന്റെ പിറുപിറുപ്പ്? അല്ല, അല്ല, തമ്പുരാൻ ഏറ്റവും വലിയവൻ ശോഭന നിന്നോടൊപ്പം ഉണ്ട്. നിന്റെ ഓരോ പ്രവർത്തന മേഖലയിലും നീ അത്ഭുതങ്ങൾ കാണും, അത്ഭുതങ്ങൾ കാണും. രതീശൻ, രതീശൻ എടുക്കാൻ പറ്റാത്ത ഭാരവുമായി നിലവിളിക്കുന്ന രതീശൻ നിന്നോടൊപ്പം ഒരു ഭയങ്കര നിൽപ്പുണ്ട്. അവന്റെ പേരാണ് ക്രിസ്തു യേശു. ക്രിസ്തു യേശു. ഇതേപോലൊരു അനുഭവം നിങ്ങളെ ചുറ്റും അഗ്നി മതിൽ ഞാൻ കാണുന്നു. നിങ്ങളെ ചുറ്റും അഗ്നി മതിൽ കാണുന്നു. ഭയം മാറുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയം മാറുന്നു. ഞാൻ ഒറ്റയ്ക്കാണോ എന്നുള്ള ഭയം മാറുന്നു, മാറുന്നു, മാറുന്നു. കെട്ടുകൾ പൊട്ടുന്നു, പൊട്ടുന്നു, പൊട്ടുന്നു. I see every bondage is broken, broken. Every bondage is broken, 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 broken. Number 3, മൂന്നാമത് ആവർത്തനം 1:17. അവിടെ അതൊരു വലിയ വചനം, ആവശ്യമായ ഭാഗം. മനുഷ്യന് നീ ഭയപ്പെടരുത്. മനുഷ്യന് നീ ഭയപ്പെടരുത്. ഫിയർ നോട്ട് മെൻ. എന്തിന്? മനുഷ്യനെക്കുറിച്ച് ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനിയായ മഹാൻ സദൃശവാക്യം 29:25 എഴുതുന്നു, മനുഷ്യ ഭയം ഒരു ഗണി ആകുന്നു. ഇറ്റ് ഈസ് എ സ്നേർ. ഇറ്റ് ഈസ് എ സ്നേർ. ദൈവം അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലം ഏവൻ. റോമർ 8:31. ദൈവം അനുകൂലമാകണം. ദൈവം അനുകൂലമാകണം. ദൈവം അനുകൂലമെങ്കിൽ നിനക്ക് ഏവൻ പ്രതികൂലമാകും. അവനൊരു ഗണി. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അവൻ അസ്ഥിരൻ,
അവനിൽ ഒരു നിരന്തരവുമില്ല. അവൻ വാ തുറന്നാൽ ബോഷ്കും പൊങ്ങച്ചമും. അവൻ നിനക്ക് എന്ത് ചെയ്യും? അവൻ ഒരു ഗണി, ഈസ് എ സ്നേർ. അല്പം അത് ആ വാക്കിൽ എഴുതപ്പെടുത്തിയാൽ നിന്നെ കൊടുക്കുവാനുള്ള സൂത്രം, ദാറ്റ് ഈസ് സ്നേർ. നിന്നെ കൊടുക്കുവാനുള്ള സൂത്രം അവൻ്റെ കയ്യിലുണ്ട്. അതാണ് മനുഷ്യ ഭയം. ഒരു ഗണി. വലിയ പ്രതീക്ഷയോട് ഇസ്രായേൽ ജനം വീണ്ടും വീണ്ടും ബഹളം കൂട്ടിയപ്പോൾ വലിയ പ്രതീക്ഷയോട് സൗലിന്, the Bible says regarding Saul, all the male Jews were below to his soldier. ഇവനാണ് പൊക്കമുള്ളവൻ. 6 ലക്ഷം ആളുകളിൽ പൊക്കമുള്ളവൻ സൗൽ. അവൻ്റെ തോളും തോളിൻ്റെ താഴെയുമാണ് മറ്റാളുകൾ. അങ്ങനെ ഉള്ള മിടുമിടുക്കനെ ദൈവം തിരഞ്ഞെടുത്തത് വലിയ പ്രതീക്ഷയോട്. ആദ്യ ഫയൽ ഒപ്പിടാൻ പറഞ്ഞ് എൻ്റെ ജനം കനാൻ നോക്കി വരുമ്പോൾ അവരെ വഴിമറിച്ചു ആക്രമിച്ച് അവരെ ഉപദ്രവപ്പെടുത്തിയ ഒരു ജാതി ഉണ്ട്, അമാൽക്കൈറ്റ്സ്, അമാൽക്കിയർ. ഗോ ആൻഡ് ടേക്ക് റിവഞ്ച്. 1 സാമുവേൽ 15:2. വിട്ടുവയ്ക്കരുത് മകനെ, അതിനാണ് നിന്നെ രാജാവാക്കിയിരിക്കുന്നത്. ചെന്ന് ജയിച്ച് നീർമൂലമാക്കി നമ്പു തുമ്പായി തീർത്ത് കളക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവൻ ചെന്ന് ജയിച്ച് നീർമൂലമാക്കി മേൽത്തരമായതിനെ ജീവനോട് കൊണ്ടുവന്നത് മാത്രമല്ല, കർത്താവിൻ്റെ വലിയ പ്രവാചകൻ ഭക്തൻ സാമുവേലിന്റെ അടുക്കൽ കള്ളം പറഞ്ഞ് ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഓഫ് ഗാഡ്, ഞാൻ നിവർത്തിച്ചിരിക്കുന്നെന്ന് കള്ളം പറഞ്ഞ്. അതിൻ്റെ കാരണം അവൻ പറയുന്നത് 1 സാമുവേൽ 15:24 ഞാൻ അവിടുത്തെ ആളുകളെ കണ്ട് ഭയപ്പെട്ട്, ഞാൻ അവിടുത്തെ മനുഷ്യരെ കണ്ട് ഭയപ്പെട്ട്. അങ്ങനെ ഉള്ളവൻ ഈ സ്ഥാനത്തിന് യോഗ്യനല്ല. സ്വന്തം ജീവന്റെ മേൽ ഭയമുള്ളവൻ ഒരുവനും ഈ സ്ഥാനത്തിന് യോഗ്യനല്ല. കർത്താവ് അവൻ്റെ ചീട്ട് കീറി അവന് പകരം ദാവീദിനെ രാജാവാക്കി. മനുഷ്യ ഭയം ഒരു ഗണി. നിന്നെ കൊടുക്കുന്ന ഒരു സൂത്രം. ഒരു മനുഷ്യൻ എന്നാൽ അവൻ്റെ തല, അവൻ്റെ ചെസ്റ്റ്, അവൻ്റെ ശരീരമല്ല. ഒരു മനുഷ്യൻ എന്നാൽ ആ മനുഷ്യനിൽ ഉണ്ട പേഴ്സണാലിറ്റി അവൻ്റെ ഹൃദയമാണ്. മനസ്സിലായവർ കൈകളെ തട്ടണം. ആമേൻ. അവൻ്റെ ഹൃദയമാണ് അവൻ്റെ ആ മനുഷ്യൻ. ഹിസ് ഹാർട്ട് ഈസ് ദ മാൻ. സദസ്സവാക്യം 23:7 വായിക്കണം. സദസ്സവാക്യം 23:7. ആസ് എ മാൻ തിങ്സ് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ എന്ത് കണക്ക് കൂട്ടുന്നുവോ അതാണ് അവൻ. മനസ്സിലായോ? അല്ലാതെ നിന്റെ വെള്ളത്തോലും കൺമശിയും ലിപ്സ്റ്റിക്കും പുരുവമും ഹൃദയം ലോഹിപ്പ് ബെൽറ്റും അല്ല. നിന്റെ ഹാർട്ട്, അത് ദൈവം കാണുന്നത്. നിന്റെ ഹാർട്ടാണ് നീ. മനുഷ്യൻ്റെ ഹാർട്ട്, മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് പ്രവാചകൻ ജെറമ്യ എഴുതുന്നു 17:9. Of all things in the entire world, the heart of a man is so wicked and deceitfully cunning. ഒരു മനുഷ്യന്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടം നിറഞ്ഞത്. അതിൽ 3 സ്വഭാവങ്ങളുണ്ട്. നമ്പർ 1, നീ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ആളായാൽ നിന്നെ കാണുന്ന മനുഷ്യൻ നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദാഹിക്കുകയില്ല. നിന്റെ അന്ത്യത്തിനായി അവൻ നിലവിളിക്കും.
മനസ്സിലാക്കിക്കൊള്ളുക. നിന്റെ ഉയർച്ചയുടെ അന്ത്യത്തിനായി അവൻ നിലവിളിക്കും. ഇതാണ് മനുഷ്യന്റെ ഹൃദയം. ഫിലാത്തോസ് എന്നുള്ള ജഡ്ജ് എൻ്റെ അപ്പൻ യേശുവിനെ അവൻ്റെ മുമ്പിൽ നിർത്തി. പൈലറ്റിൻ്റെ ഭാര്യ ഒരു ദിവസത്തിന് മുമ്പ് സ്വപ്നം കണ്ട് ഭർത്താവിന് താക്കീത് നൽകിയ മനുഷ്യ, നീ ഇതുവരെ വിധിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ പോലല്ല നിന്റെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കുന്ന ഈ ജീസസ്. അവൻ നീതിമാൻ. therefore be careful. ജാഗ്രത വേണം. ആരും അവഗണിച്ചു വകവച്ചില്ല. ഒരിക്കൽ ജഡ്ജ്മെന്റ് എഴുതി, he is innocent. my Jesus is innocent. ഇവൻ കളങ്കമില്ലാത്തവൻ, ആകയാൽ ഞാൻ ശിക്ഷിക്കുന്നില്ല. അതിനെ ചവിട്ടുകുട്ടയിലിട്ട് ജനം ബഹളം കൂട്ടി, don't set him free. രണ്ടാം പ്രാവശ്യം ജഡ്ജ്മെന്റ് എഴുതി, അതിനെയും അവർ വിട്ടില്ല. അല്ല, ഞങ്ങൾക്ക് പരബാസ് മതി, ക്രിസ്തുവിനെ ക്രൂശിക്കുക. മൂന്നാം പ്രാവശ്യവും പൈലറ്റ് ജഡ്ജ്മെന്റ് എഴുതി, അതിനെയും വിട്ടില്ല. അവരുടെ നിലവിളി ഉയർന്ന്, their voice prevailed. അവരുടെ നിലവിളി ഫലിച്ചു. അനീതിയുടെ നിലവിളി ഫലിച്ചു. അക്രമികളുടെ, അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ, അക്രമികളുടെ നിലവിളി ഫലിച്ചു. their voice prevailed. അന്ത്യത്തിനായി, നീതിയുടെ അന്ത്യത്തിനായി, സ്നേഹസ്വരൂപനായ യേശുവിൻ്റെ അന്ത്യത്തിനായി നിലവിളിച്ച നിലവിളി ഫലിച്ചു. അത് മനുഷ്യൻ്റെ സ്വഭാവം. നീ നേരെ നടന്നാൽ നിന്റെ അന്ത്യത്തിനായി, നിന്റെ പരാജയത്തിനായി, നിന്റെ അവസാനം കാണുവാൻ നിലവിളിക്കും. അതാണ് മനുഷ്യൻ. നമ്പർ 1. രണ്ടാമത്, സിനിമയ്ക്ക് പോയാൽ പോകാൻ പറയും. കഥകളി കാണാൻ പോയാൽ പോകാൻ പറയും. കള്ളുകടയ്ക്ക് പോയാൽ പോകാം, നമുക്ക് പോകാമെന്ന് പറയും. തീർത്ഥാടന കേന്ദ്രം, ക്ഷേത്രം, ഉത്സവം, മരപ്പാലം, ക്രിസ്മസ് ആഘോഷം, സ്റ്റാർ, കേക്ക്, ബാറ്, ഞാനും വരാം, നമുക്ക് പോകാമെന്ന് പറയും. നീ യേശുവോട് നിലവിളിക്കാൻ വന്നാൽ നിന്നെ ശാസിക്കും. കാരണം ശാസിക്കുന്നവൻ തകർന്നു പോവുകയില്ല, അവൻ പണിത് ഉയരും. നിന്റെ ഉയർച്ചയിൽ കണ്ണുകടി ഉള്ളവൻ നിന്നെ ശാസിക്കും. ഇതാണ് മർക്കോസ് 10:48 സംഭവിച്ചത്. വഴിയരുകെ കിടന്നവൻ യേശു വരുന്നത് കുരുടൻ അറിഞ്ഞ്, ദാവീദ് പുത്ര മനസ്സലിയണമേ. ലൂക്കോസ് സുവിശേഷകൻ അതേ സംഭവം എഴുതുന്നു. one who walked ahead of Jesus threatened him. യേശുവിൻ്റെ മുമ്പിൽ നടന്ന ആളുകൾ അവനെ ശാസിച്ചു. നീ നന്നാകരുത്, നീ നന്നാകരുത് എന്നുള്ള ചിന്ത ഉള്ളവൻ മനുഷ്യൻ. മൂന്നാമത്, അടയും വിഞ്ചി നീ വന്നാൽ നിന്നെ തടസ്സപ്പെടുത്തും. മർക്കോസ് സുവിശേഷം 2-3 വചനം. രോഗിയെ കൊണ്ടുവന്ന ആളുകൾ യേശുവിൻ്റെ അടുത്തവനെ കൊണ്ടുപോകാൻ വിടാതെ പുരുഷാരം അവരെ വിട്ടില്ല. ആമേൻ. ഇതാണ് മനുഷ്യൻ. മനുഷ്യന് നീ ഭയപ്പെടേണ്ട. ഇനിയും ഭയമുണ്ടോ? അടുത്ത വിട്ട് അല്പോത്സമയെ കണ്ട് ഭയമുണ്ടോ? അടുത്ത വിട്ട് അംബ്രോസിനെ കണ്ട് നിനക്ക് ഭയമുണ്ടോ? നീ ദൈവത്തെ ഭയപ്പെടണം. നീ യേശുവിനെ ഭയപ്പെടണം. നീ രാജാവിനെ ഭയപ്പെടണം. കാൽവരി മലമുകളിലേറി നീ ഞങ്ങൾക്കായി കാൽകരം തൂങ്ങി മരിച്ചുയിർത്തേകിയ കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിർത്തേകിയ
നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പാപിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഞാൻ ബലഹീനൻ, ഉദവാട്ടവൻ, ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കുടുംബം ചെറിയത്, വിശ്വാസികൾ എന്നോടൊപ്പം കുറച്ചേ ഉള്ളു എന്ന് നീ ഭയപ്പെടേണ്ട. മൂന്നാമത്, ഏത് മനുഷ്യനും എത്ര വലിയവനും നീ ക്രിസ്തുവിൽ ആശ്രയിച്ച് നിന്നാൽ നിന്നെക്കാട്ടിലും ചെറിയവനാണ്. നീ അവന് ഭയപ്പെടേണ്ട. നാലാമത്, മരണത്തെ ഭയപ്പെടേണ്ട. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി. Never fear on death. എബ്രായർ 2:14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും, ആരാണ് അവനും, ക്രിസ്തു യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അതിലൊരു വ്യത്യാസമുണ്ട്. നീയും ഞാനും ജനിച്ചതുപോലല്ല അവൻ ജനിച്ചത്. നീയും ഞാനും ജനിച്ചത് നമ്മുടെ അപ്പന്മാരുടെ ശക്തിയാൽ, പുഷ്ടിയാൽ, രക്തത്തിൻ്റെ ബലത്താൽ. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അവൻ ജഡത്തിൽ വെളിപ്പെട്ട്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് വളരെ മനോഹരമായി 2:9 എഴുതുന്നു, ക്രിസ്തുവിൽ അല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും, ക്രിസ്തുവിലല്ലോ പിതാവാം ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ ആയത്. ആമേൻ. നമ്മെപ്പോലെ ജഡത്തിൽ അവൻ വെളിപ്പെട്ടു എങ്കിലും നമ്മെപ്പോലല്ല. പിതാവാം ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും തൻ്റെ ദേഹത്തിൽ ധരിച്ചു വഹിച്ച് ഇറങ്ങി വന്ന് മരിച്ചു ഉയർത്ത്. ഹല്ലേലൂയ. അങ്ങനെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ എങ്ങനെ ഉയർത്ത്? താൻ പറഞ്ഞതിന് പ്രകാരം ഉയർത്ത്. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അബദ്ധവശത്താൽ സംഭവിച്ചതല്ല. അവൻ പറഞ്ഞു. several times he talked before his death. several times he talked, I will rise. അതുപോലെ ലൂക്കോസ് 24:7 പറഞ്ഞതിന് പ്രകാരം ഉയർത്ത് മരണത്തെ ജയിച്ചു. പഴയ നിയമ ഭക്തന്മാർ, അത് യോബ് ആയാലും അത് എസെക്കിയേലായാലും ആരായാലും, മരണാന്തരം അവരുടെ വിശ്രമസ്ഥാനം ലൂക്കോസ് 16:22 ആബ്രഹാമിൻ്റെ മടി. എന്താകുമോ, ഞങ്ങൾക്ക് എന്താകുമോ? അതാണ് യോബ് എഴുതുന്നത്. ഞാൻ പാതാളത്തിലേക്ക് പോകുന്നു, ഞാൻ പാതാളത്തിലേക്ക് പോകുന്നു. ലൂക്കോസ് 16:22 ഏത് ഭക്തനും മരണാന്തരം ചെന്ന് വിശ്രമിക്കുന്നത് ആബ്രഹാമിൻ്റെ മടി. ലൂക്കോസ് 16:22 മരണഭീതി അവർക്കുണ്ട്. ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരുവനും മരണഭീതിയില്ല. കാരണം പൗലോസ് എഴുതുന്നു ഫിലിപ്പിയർ 1:23 എൻ്റെ ശരീരം വിട്ട് എൻ്റെ ജീവൻ പിരിഞ്ഞാൽ വരുന്നത് മരണം. വിട്ടു പിരിഞ്ഞ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ. ആമേൻ. ആകയാൽ നീ മരണത്തെ ഭയപ്പെടേണ്ട. മരണത്തിൻ്റെ മുഖം 3. ഒന്ന്, സ്വാഭാവിക മരണം. എബ്രായർ 9:27 For every man wants to die and after that judgment. മനുഷ്യനായി ജനിച്ചുവോ മരിച്ചു തന്നെയാകണം. 2 ആളുകൾ മരിച്ചിട്ടില്ല. ഒന്ന്, ഉൽപ്പത്തി 5:23-24 365 വയസ്സായ
ഈനോക്ക് ആദാമിൽ നിന്ന് 7ാമത്തെ തലമുറ. He never died. He never died. He was always interested in walking with God. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ ദൈവത്തോട് കൂടെ നടക്കും. ഒരു നാൾ നടന്നപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. He never tasted death. ഇന്ന് വരെ മരിച്ചിട്ടില്ല ഹീനോക്ക്. 2ാമത്തെ ആൾ ദൈവവേല നിമിത്തം ജീവൻ്റെ മേൽ ഭീഷണി രാജകുമാരി ഇസബേൽ പറഞ്ഞ്, നാളെ ഞാൻ നിന്നെ കൊല്ലും. 1 രാജാക്കന്മാർ 19:2 എലൈജ I will kill you tomorrow. ആ നാളത്തെ ദിവസത്തിൽ പറഞ്ഞവളെ ദൈവം കൊന്ന് ഇവനെ ജീവനോട് സ്വർഗത്തിലെടുത്ത് കൈകളെ തട്ടി. ഹല്ലേലൂയ. ആ എലൈജാവും മരിച്ചിട്ടില്ല. പക്ഷെ വചനം നിറവാകും. മനുഷ്യനായി ജനിച്ചാൽ മരിക്കണം. അതിനായി വെളിപ്പാട് പുസ്തകം 11:7-8-9 മഹാപീഡന കാലത്തിൻ്റെ മധ്യ ആ ഇടവഴിയിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ 2 സാക്ഷികളും മരിക്കാതെ ഉടലോട് സ്വർഗത്തിൽ എടുക്കപ്പെട്ട 2 സാക്ഷികളും ഇറങ്ങി വരും, മരിക്കും. 3.5 ദിവസം ജെറുസലേം പട്ടണത്തിൽ നടുവീതിയിൽ കിടക്കും. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അതിനെ കാണും. ഇത് എഴുതിയത് പണ്ടാണ്. അന്ന് TV ഇല്ല, ഡിജിറ്റൽ ഇല്ല, വാട്സപ്പ് ഇല്ല, സ്റ്റാറ്റസ് ഇല്ല, നെറ്റില്ല. അന്ന് എഴുതിയത് ഇന്ന് അതുപോലെ നടക്കുന്നു. എവിടെ നമ്പ് തുമ്പിൽ നടക്കുന്നത് നമ്മുടെ മടിയിൽ മൊബൈൽ വരുന്നു. അതാണിത്. ജെറുസലേമിൽ മരിച്ച് 2 പേർ വീഴും. മരിക്കാതെ സ്വർഗത്തിൽ എടുക്കപ്പെട്ട 2 പേരും മരിക്കും. അത് ഭൂമിയിലുള്ള എല്ലാ ആളുകളും കാണും. ആമേൻ. What all recorded in the Holy Bible, not 100%, 101% true and nothing other than true. ഇതിലുള്ള എല്ലാം സത്യം തന്നെ. ആമേൻ. ഒരിക്കൽ മരണം എല്ലാവർക്കും. അത് സ്വാഭാവിക മരണം. 2 ആത്മീക മരണമുണ്ട്. എസെക്കിയേൽ 18:4, എസെക്കിയേൽ 18:19, എസെക്കിയേൽ 18:20 പാപം ചെയ്യുന്ന ദേഹി ചാകും. ആമേൻ. അക്രമം ചെയ്യുന്നവൻ്റെ അകത്തെ ഉള്ള മനുഷ്യൻ ചാകും. ശരീരം ഉടനെ ചാകയില്ല. നന്നാ നടക്കും, നല്ലാ സെന്റ് പൂസും, നന്നാ മിനുക്കും. ഉള്ളേ ഉള്ളവനോ പാവം ചെയ്തതാകയാൽ മനുഷ്യൻ്റെ ഉള്ളേ ഉള്ള ദേഹി. എസെക്കിയേൽ 18:4, 19-20 വചനങ്ങളിൽ, റോമർ 7:11, സദൃശവാക്യം 5:23, ഐസയ 59:2 ദേഹി ചാകും. അതാണ് ആത്മീയ മരണം. അങ്ങനെ ചെത്ത് ക്രിസ്തുവിനെ കണ്ടെത്താതെ ആ ചാവിൻ്റെ അനുഭവത്തിൽ സ്വാഭാവിക മരണം വന്നാൽ അവൻ മണ്ണിലേക്ക് പോകുമ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവന് കാത്തിരിക്കുന്നത് 2ാം മരണം എന്നുള്ള തീ പൊയ്ക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന തൻ്റെ ഏകജാതനിൽ പിതാവാം ദൈവം തൻ്റെ ഏകജാതൻ ക്രിസ്തുവിൽ, യോഹന്നാൻ 3:16, വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാ ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകരുത്. അപ്പം ഇവനെ തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ മറുഭാഗമുണ്ട്, നീ നശിച്ചു പോകുമെന്നാണ്. നിത്യ നാശം, തീ പൊയ്ക. വെളിപ്പാട് പുസ്തകം 20:8 പാപത്തിൻ്റെ ശമ്പളം മരണം. റോമർ 6:23 ദൈവത്തിൻ്റെ ദാനമോ ക്രിസ്തുവിൽ നിത്യജീവൻ. അപ്പോൾ പേടിക്കണമോ? മരണം വന്നാൽ പേടിക്കണമോ?
മരണം ഒരു മനുഷ്യൻ്റെ ജനന ദിവസത്തേക്കാൾ അവൻ്റെ മരണ ദിവസം ഉത്തമം. സഭാപ്രസംഗി 7:1. നീ പേടിക്കേണ്ട മക്കളെ, ക്രിസ്തുവിൽ ജീവിച്ചാൽ നിനക്ക് മരണഭയമേ ഇല്ല. ആമേൻ, ഹല്ലേലൂയ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്ന് പോറ്റുന്നു, എന്നുമെന്നും കൂടെ ഉണ്ടെന്നുള്ള വാക്ക് തന്നവൻ, എന്നുമെന്നും കൂടെയുള്ള വാക്ക് തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പാടാമോ? ഒരു ബ്രേക്ക്. എഴുന്നേൽക്കാൻ കഴിയാത്തവർ ഇരിക്കാം. കണ്ണുകളടച്ച് ഹൃദയം തുറന്ന് കൈകളെ ഉയർത്തി കൈകളെ തട്ടി അപ്പാ എന്നുള്ള നിലവിളിയോട് എല്ലാവരും കാൽവരി മലമുകളിലേറി ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു തേകിയ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാ ഭൂവിലാഗ്രഹിപ്പ ആരുമേ, നീയല്ലാ ഭൂവിലാഗ്രഹിപ്പ ആരുമേ. പവർ യേശുവേ, ജനകനുടെ വലമർന്നു നീ ഞങ്ങൾക്കായി ദീനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന ദീനം പ്രതി പക്ഷവാദം ചെയ്തു അഗ്നി 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 കെട്ടുകൾ പൊട്ടുന്നു. രോഗത്തിന്റെ അമ്പിന്റെ കൂർമ്മ ഇപ്പോൾ മുറിയുന്നു. യേശുവിൻ നാമത്തിൽ ക്യാൻസർ ശപിക്കമാകട്ടെ. ഒരു തലമുറ ലഭിക്കാതെ അമ്മമാരുടെ സഹോദരിമാരുടെ ഗർഭത്തെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഇരുൾ മാംസം മുളകൾ യേശുവിൻ നാമത്തിൽ പുറത്തു വാ. യേശുവിൻ നാമത്തിൽ പുറത്തു വാ. ഒരു ജീവനുള്ള കുഞ്ഞിന് ഗർഭത്തിൽ യേശുവിൻ നാമത്തിൽ വയ്ക്കുന്നു. ദൈവ നാമത്തിന് മഹത്വം മഹത്വം. അഗ്നി അഗ്നി അഗ്നി. കുടുംബ ജീവിതത്തിലെ പിളർന്നു നിൽക്കുന്ന ബന്ധം യേശുവേ യേശുവേ അങ്ങ് ഇറങ്ങണമേ. കുടുംബങ്ങളിൽ ഇറങ്ങണമേ, കുടുംബങ്ങളിൽ ഇറങ്ങണമേ. ബന്ധപ്പെട്ട വ്യക്തികളുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കണം ചലിപ്പിക്കണം. Move their heart, move the hard heart. ആമേൻ. ഹൃദയങ്ങൾ ഇളകട്ടെ, ഹൃദയങ്ങൾ ഇളകട്ടെ, ഹൃദയങ്ങൾ രൂപാന്തരം ഉണ്ടാകട്ടെ. അഗ്നി 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 അഗ്നി. അഭിഷേക തീ. ചൂട് നിമിത്തമുള്ള പറ്റിക്കൊണ്ടിരിക്കുന്ന രോഗം ഇന്നോട് വിട്ടു പോ. ರಬ ಲಂಜನ ಶಬಾರದ ಲಂಜನ ರಬ
ജനശകാലദന്തനദബ അഗ്നിമഴ 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 ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക. കെട്ടുകൾ പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. തീ 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 ഇവരും ഇവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉയർച്ച പ്രാപിക്കട്ടെ. ഇവർ ക്രിസ്തുവിൽ വളരട്ടപ്പാ. Let them grow in Christ. Grow in Christ. നന്ദി. ഇരിക്കാം. അവസാനം സദൃശവാക്യം 1:33 ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവനോ, എന്റെ വാക്ക് കേൾക്കുന്നവനോ, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ശാന്തമായിരിക്കും. ആമേൻ. പേടിച്ച് വിറയ്ക്കത്തില്ല. ദൈവ ശബ്ദം കേൾക്കുവാൻ ഉത്സാഹമുള്ളവൻ, കേൾക്കുന്നവൻ, കേട്ടതുപോലെ ചെയ്യുന്നവൻ ഏത് പ്രശ്നത്തിലും ശാന്തമായിരിക്കും. നിർഭയം കൂടാതെ ശാന്തമായിരിക്കും. നാശം, ദോഷം, അനർത്ഥം, പരീക്ഷ. നാശം, ദോഷം, അനർത്ഥം. അനർത്ഥം ദൈവമക്കൾക്കുള്ളതല്ല. 34:21 സങ്കീർത്തനത്തിൽ അനർത്ഥം ദുഷ്ടനെ കൊല്ലും. ആമേൻ. വിട്ടുവയ്ക്കത്തില്ല. നാശം, ദോഷം, അനർത്ഥം, പരീക്ഷ. ശോധന വേറെ, പരീക്ഷ വേറെ. ഇത് നാലും ദൈവമക്കളുടെ പടിവാതിൽ വര പോലും വരത്തില്ല. അത് ദുഷ്ടനുള്ളത്. അതിനെക്കുറിച്ച് നീ ചിന്തിക്കരുത്. ദൈവമക്കൾക്കുള്ളതോ ശാസന, ദൈവത്തിൻ്റെ ശാസന. നീതിമാന ദൈവം ശാസിക്കും. ശിക്ഷ, ദൈവത്തിൻ്റെ ശിക്ഷ. തൻ്റെ ജനത്തെ ദൈവം ശിക്ഷിക്കും. കഷ്ടത. പൗലോസ് എഴുതുന്നു, നാമോ അനേക കഷ്ടതയിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകുന്നു. അപ്പോസ്തലർ 14:22. അങ്ങനെ കഷ്ടത, ശാസന, ശിക്ഷ, കഷ്ടത, ശോധന. വിശ്വാസം ഉണ്ടെങ്കിൽ ശോധന ഉണ്ട്. ഇതാണ് എൻ്റെ ദൈവം. ഡോണ്ട് പ്ലേ വിത്ത് ഗോഡ്. ദൈവത്തോട് മാത്രം കളിക്കരുത്. നരങ്ങേണ്ടി വരും, നരങ്ങേണ്ടി വരും. ഇവൻ ഭയങ്കരനാണ്. ആമേൻ. ഹല്ലേലൂയ. ശോധന. വിശ്വാസം ഉണ്ടെങ്കിലേ ശോധന ഉണ്ട്. ഇന്ന് ഇതൊക്കെ അല്ല. ദോഷം. ദോഷത്തെ കണ്ട് ദൈവമക്കൾ പേടിക്കരുതേ. ആർക്ക് ദോഷം വരും? ആ വചനത്തിൽ തന്നെ ഉണ്ട്. സദൃശവാക്യം 1:33 വചനം കേൾക്കാത്തവന് ദോഷം വരും. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്തവന് ഭയം വരും. ആ ഭയം ദോഷം കൊണ്ടുവരും. എത്ര വില കൊടുത്തേണം, എത്ര ഹഡിൽസ് ജയിച്ചെങ്കിലും നീ ദൈവശബ്ദം, ആത്മാവിൽ നിറഞ്ഞുള്ള ദൈവശബ്ദം. ഇനിയിപ്പോൾ പള്ളികളിൽ ഇലക്ഷൻ വരാൻ പോകുന്നു. ഭയങ്കര ശബ്ദമായിരിക്കും. ആ ശബ്ദമല്ലടോ ദൈവശബ്ദം. അതല്ല.
എൻ്റെ പാർട്ടി ജയിക്കാൻ ഭയങ്കര ശബ്ദമായി, ഭയങ്കര വചനഘോഷമായി. അതല്ല. ഈ ശബ്ദത്തിൽ ആത്മനിറവുണ്ട്. എനിക്ക് ഇവിടെ തോറ്റാൽ മതി, അവിടെ ജയിച്ചാൽ മതി. ആമേൻ, ഹല്ലേലൂയ. വചനമില്ലാത്തവനിൽ ദോഷം വരും. രണ്ടാമത് മത്തായി സുവിശേഷം 14:29 വെള്ളത്തിന്മേൽ നടക്കുവാൻ കഴിവുള്ളവൻ ഒരേ ഒരുവൻ. അത് യോബ് എഴുതുന്ന 9:8. He alone treadeth over the waves of the sea. ആ ഊന്നൽ മലയാളത്തിലില്ല, തമിഴിലുണ്ട്. അവർ മട്ടും തിറൈമലകളിൻ മേൽ നടക്கிறார். ആ മട്ടും അലോൺ മാത്രം മലയാളത്തിലില്ല. അവൻ മാത്രം തിറമാലകളിൻ മേൽ നടക്കുന്നു. യേശു മാത്രം, യേശു നടന്ന്. പീറ്റർ സോയ്റ്റ്, മാസ്റ്റർ, could you help me? I also to walk. എന്നെ കൂടെ നടക്കാനുള്ള ഒരു ഉപകാരം ചെയ്യണമേ. നടന്ന്. God permitted, Peter walked. Jesus permitted, Jesus walked on the water. അല്പം നടന്ന് യേശുവിൻ്റെ മുഖത്തിൽ പതിഞ്ഞിരുന്ന പത്രോസിൻ്റെ കണ്ണുകൾ അല്പം നടന്നപ്പോൾ പ്രതികൂലം കണ്ണുകൾ യേശുവിൻ്റെ മുഖത്തിൽ നിന്ന് മാറ്റി പ്രതികൂലത്തെ നോക്കിയപ്പോൾ മുങ്ങി. ആമേൻ. സദാ നിന്റെ ശരീരത്തിൽ ജീവനുള്ള എപ്പോഴും സദാ ഈ പ്രാണനാഥനെ തന്നെ നോക്കിക്കൊണ്ടിരിക്ക. നിനക്ക് ദോഷം വരികയേയില്ല. എപ്പോ കണ്ണുകൾ എടുത്ത് മാറ്റി പ്രതികൂലത്തിൽ വയ്ക്കുന്നുവോ ദോഷം നിന്നെ പിടിച്ച് താറുമാറാക്കും. ആമേൻ, ഹല്ലേലൂയ. വിട്ടുവിലക. കോവിഡ് അല്ല, അവൻ്റെ അപ്പൻ വന്നാലും ഇതിനെ നീ വിടരുത്. ഇപ്പോൾ ആരാധനയിൽ ഇങ്ങോട്ടൊരു ഫ്ലോ വരുന്നത് ആരെന്നറിയാമോ? പണ്ട് വന്ന് മിറക്കിൾ സ്പഷ്ടമായി അനുഭവിച്ച് ആർക്കും ഒരു പ്രയോജനമില്ലാതെ മുങ്ങി അതിപ്പോൾ പൊങ്ങുന്നത് 10 ഇരട്ടിയായി. പണ്ട് 18-ാം വയസ്സിൽ എൻ്റെ ഒരു മീറ്റിങ്ങിൽ മുഴ പോയി, വയറിൽ മുങ്ങി, ഇതുവരെ മുങ്ങിയിരുന്നു. ഇപ്പോൾ അവർക്ക് 18 വയസ്സിൽ കുട്ടിയുണ്ട്. ഇത്ര വർഷം മുങ്ങി ഇപ്പോൾ വന്നിട്ട് അതേ സ്ഥലത്ത് ക്യാൻസറുമായി. ഒട്ടും വ്യത്യാസം, അതേ സ്ഥലത്ത് ക്യാൻസറുമായി. നിന്നെ വിടത്തില്ല, അവിടെ കൊണ്ട് എത്തിക്കുന്നത് വരെ കർത്താവ് വിടത്തില്ല. മനസ്സിലായോ? ചിലർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തത് കൊണ്ടല്ല, നടിക്കുന്നു. പലരും നടിക്കുന്നു ഇതിൻ്റെ അകത്തിരുന്ന്. ഒരു പേ വിട്ടു പോയ ഒരു യുവതി ഓടിക്കളഞ്ഞു. ഇപ്പം 7 പേയുമായിട്ട് വന്ന് നിൽക്കുന്ന 7 പേ. അത് ബൈബിളിലുണ്ട്. എല്ലാം ബൈബിളിൽ ഇല്ലാത്തത് ഒന്നും നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാറില്ല. വിട്ടു വിലകരുത്, നിലനിൽക്കണം. പത്രോസ് കണ്ണ് അല്പം മാറ്റിയപ്പോൾ മുങ്ങി. നിന്റെ കണ്ണ് യേശുവിൻ്റെ അടുക്കൽ വിട്ടു മാറ്റിയാൽ മുങ്ങും. വചനമാണ്. ദോഷം വരും. യേശുവിനെ വിട്ട് മാറ്റിക്കളയരുതേ. മൂന്നാമത് സിലോഗോം ടവർ യേശുവിൻ്റെ കാലത്ത് വീണ് 18 ആടുകൾ മരിച്ചു. യേശു പറയുന്നു, മാനസാന്തരപ്പെടാഞ്ഞാൽ നീയും ഇങ്ങനെ തന്നെ നശിക്കും. ആമേൻ. മാനസാന്തരപ്പെടാഞ്ഞാൽ ദോഷം വരും. കർത്താവിൻ്റെ മുഖത്തുനിന്ന് കണ്ണിനെ മാറ്റിയാൽ ദോഷം വരും. വചനം കേൾക്കാഞ്ഞാൽ ദോഷം വരും. യോഹന്നാൻ 5:14 38 ആണ്ടുകാലം ബെഥസ്ദയിൽ കിടന്നവന് സൗഖ്യമായതിനു ശേഷം ദേവാലയത്തിൽ വന്ന് കണ്ട യേശു ഒരു മുന്നറിയിപ്പ് നൽകുന്നു, ഇനി വലിയ ദോഷമൊന്നും ചെയ്യരുതേ മകനെ. അപ്പൊ അവന് വന്ന രോഗം, അവന് വന്ന ദോഷം, പാപം ചെയ്യരുതേ. പാപം ചെയ്താൽ വലിയ ദോഷം വരും.
യോഹന്നാൻ 5:14. അപ്പൊ അവന് വന്ന ദോഷം എന്നുള്ള രോഗം അവന്റെ പാപത്തിന്റെ ഫലമാണ്. പാപം ചെയ്താൽ, പാപത്തിൽ ജീവിച്ചാൽ രോഗം വരും. രോഗം എല്ലാവർക്കും വരും. എന്നും അത് സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം, നേരെ ആകണം. എന്നും രോഗമാണെങ്കിൽ സൂക്ഷിക്കണം. മനസ്സിലായോ? മാനസാന്തരപ്പെടാഞ്ഞാൽ ദോഷം വരും. രക്ഷിതാവിൻ്റെ മുഖത്തിൽ നിന്ന് കണ്ണിനെ മാറ്റിയാൽ ദോഷം വരും. വചനം ശ്രദ്ധിക്കുന്നതിൽ മടി. മുമ്പിൽ വന്നിരിക്കും, നല്ലത്. പിന്നെ മൂന്നാമത്തെ റോയിൽ പോകും. പിന്നെ ഏതെങ്കിലും ഒരു വചനം ഇങ്ങനെ കൊടുത്ത് കയറും. പിന്നെ ബാക്കിൽ പോയിരിക്കും. കർത്താവ് വിടത്തില്ല, പേർ ചൊല്ലി വിളിക്കും. പിന്നെ അറിയുന്നത് അവൾ ചാടിപ്പോയി. അറിഞ്ഞില്ലയോ ബ്രദറെ? വചനം കൊരുത്തപ്പോൾ മുമ്പിൽ വരണം, പുറകിൽ പോകരുത്, നാശം. മനസ്സിലായോ? സദസ്സവാക്യം 26-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിരന്തരം കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടർന്ന് വന്നിട്ടും നീ ഒട്ടും ഗണ്യമാക്കാതിരുന്നാൽ ദോഷം വരും. വചനമൊക്കെ വീട്ടിൽ പോയി ഒന്നുകൂടെ വായിച്ചാൽ എനിക്ക് വെളിപ്പെട്ടതേക്കാൾ അധികം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അതിൽ വളരണം. പിന്നെ ആരെ ഭയപ്പെടണം? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുക. സഭാപ്രസംഗി 12-ാം അധ്യായം 13-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സഭാപ്രസംഗി 12-ാം അധ്യായം 13-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, സർവത്തിൻ്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ പ്രമാണം അനുഷ്ഠിക്കുക. അതാണ് എല്ലാത്തിൻ്റെയും സാരം. ദൈവത്തെ ഭയപ്പെടുക. ആരാണ് ദൈവം? അത് പറഞ്ഞില്ല എങ്കിൽ ദൈവം എന്നെ വിടത്തില്ല. ഇന്ന് പല്ലി വരെ ദൈവമായി. ഇന്നലെ ഒരുത്തന് ജയിലിൽ നിന്ന് മോചനം. അവൻ ഒരു CM. ദാറ്റ് ജെന്റിൽമാൻ പ്രൊക്ലൈംസ്, മങ്കി ഈസ് മൈ ഗാഡ്. ഹനുമാനാണ് എൻ്റെ ദൈവം. എങ്ങനാകുമടോ? നീ മനുഷ്യൻ, നീ മനുഷ്യൻ. ഒരു മൃഗം നിന്റെ ദൈവമാകുന്നത് എങ്ങനെ? ജീവജന്തുക്കൾ ഊറുന്നത്, പറക്കുന്നത് എല്ലാം ദൈവമായി കഴിഞ്ഞ് ആ ബൈബിളിൽ ചന്തമായി ചുരുക്കമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം തന്നെ ദൈവം. കൈകളെ തട്ടി 100-ാം സങ്കീർത്തനം 3-ാം വചനത്തിലെ ആവർത്തനം 7:9 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന God is God. God is God. Monkey or snake or any crawling material cannot be your God. God is God. ദൈവം തന്നെ ദൈവം. പുറപ്പാട് 3:14 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആമേൻ, ആമേൻ. ദൈവമേ, സങ്കീർത്തനം 86:10 നീ മാത്രം ദൈവം ആകുന്ന ദൈവം, നീ മാത്രം ദൈവമാകുന്നു. ആവർത്തനം 6:4 അവൻ ഏകൻ, 10-1. God is one. അവൻ ധന്യനായ ഏകാധിപതി. തിമോത്തിയോസ് ലേഖനത്തിൽ, എബ്രായർ 1:3, ലൂക്കോസ് 1:37, ജെറമ്യ 32:17-27, ഉൽപ്പത്തി 18:14 ധന്യനായ ഏകാധിപതി അവനാണ് ദൈവം. ആ ദൈവം ഒരു ശരീരരൂപത്തിൽ,
കൊലോസ്യർ 2:9. ആ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ഒരു ശരീര രൂപത്തിൽ യേശു ക്രിസ്തു എന്നുള്ള ഒരു തച്ചനായി ഇറങ്ങി വന്ന് പ്രസ്താവിച്ച് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇനി സംശയമുണ്ടോ? ഇനി സംശയമുണ്ടോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ 10:30. യോഹന്നാൻ 1:18 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ ക്രിസ്തു അവനെ വെളിപ്പെടുത്തി. ആമേൻ, ആമേൻ. യേശുവാണ് പിതാവിൻ്റെ ഇമേജ്. കൊലോസ്യർ 1:15. തമിഴിൽ കുറച്ചുകൂടെ വ്യക്തത ഉണ്ട്. യേശു പിതാവിൻ തർസ്വരൂപം, എക്സാക്ട് ഫോം, എക്സാക്ട് ഫോം. അവനെ ഭയപ്പെടണം. പിതാവ് തന്നെയാണ് പുത്രൻ, അവനെ ഭയപ്പെടണം എന്ന് ഇപ്പോൾ മുതൽ. ഫിലിപ്പിയർ 2:10 ഒരു സംഭവം നടക്കും. സ്വർലോകത്തിലുള്ളോർ, ഭൂമിയിലുള്ളോർ, ഭൂമിക്ക് താഴെ അധോലോകത്തുള്ളോർ. സ്വർലോകത്തുള്ളോർ, ഭൂമിയിലുള്ളോർ, ഭൂമിക്ക് താഴെ അധോലോകത്തിലുള്ളോർ സർവരും, സർവരും. ഇനിയിപ്പോൾ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് മുതൽ അന്ന് വരെ മനുഷ്യനായി ജനിച്ച സർവ ആളുകളും ഒരു നാൾ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യേശു തന്നെ കർത്താവ് എന്ന് അവരുടെ നാവ് ഏറ്റു പറയും. അപ്പം ഇവനെ ഭയപ്പെടണമോ വേണ്ടയോ? ഭയപ്പെടുക. പിതാവിൻ്റെ പ്രതിമയാം തത്സ്വരൂപമാം യേശുവിനെ ഭയപ്പെടുക. നമ്പർ 1. രണ്ടാമത്, യേശുവിൻ്റെ ആദ്യ വരവ്, ഇനി വരാൻ പോകുന്ന രണ്ടാം വരവ്. രണ്ടിലും പ്രത്യേക മിഷൻ. ആദ്യം വന്നത് പുൽക്കൂടിൽ ഇങ്ങനെ വിരൽ ചൂപ്പാൻ എന്നാണ് എൻ്റെ ചിന്ത. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ വന്ന് ദൈവമാരെന്ന് എന്നുള്ള ജ്ഞാനം അവൻ നിനക്ക് തന്ന് കൈകളെ തട്ടി. 1 യോഹന്നാൻ 5:20. യേശു വന്ന് സത്യത്തെ അറിയുവാൻ, സത്യ ദൈവത്തെ അറിയുവാൻ എന്നുള്ള ജ്ഞാനം നിനക്ക് തന്ന്, അതിനായിട്ടാണ് വന്നത്. അല്ല ഡിസംബർ 25 മരപ്പാലം കെട്ടി ഇടുപ്പൊടിയാനല്ല. ബൈബിൾ ദൈവമാരെന്ന് എന്നുള്ള സത്യ ജ്ഞാനം നിനക്ക് തരുവാൻ അവൻ വന്ന്. 1. രണ്ടാമത് യോഹന്നാൻ 14:27 അവൻ വന്നത് എല്ലാരെയും രക്ഷിപ്പാൻ. അടുത്ത വചനം, അവൻ വരാൻ പോകുന്നത് എല്ലാരെയും ന്യായം വിധിപ്പാൻ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പൊ ഭയപ്പെടണമോ വേണ്ടയോ? യോഹന്നാൻ 14:27 അന്ന് തച്ചൻ്റെ മകനായി വന്നത് ക്രൂസിൽ രക്തം ചൊരിഞ്ഞ് എല്ലാരെയും രക്ഷിപ്പാൻ. അടുത്ത വചനം യോഹന്നാൻ 14:28 അവൻ വരാൻ പോകുന്നത് വചനം പഠിപ്പിക്കുന്ന നിന്നെയും എന്നെയും സകല ആളുകളെയും ന്യായം വിധിപ്പാൻ. നീതി ഉള്ള ന്യായാധിപതി. അതുകൊണ്ട് ഇവനെ ഭയപ്പെടുക. അവൻ വന്നത് യോഹന്നാൻ 10:18 കർത്താവ് അരുളി ചെയ്യുന്ന എൻ്റെ ജീവന് കൊടുപ്പാൻ അധികാരമുണ്ട്, കൊടുത്ത ജീവനെ വീണ്ടും എടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. അപ്പം തൻ്റെ ജീവനിൽ മേൽ അധികാരമുണ്ട്. അതാണ് റോമ ഗവൺമെൻറ് പതിച്ച മുദ്ര.
പൊട്ടിച്ചുകൊണ്ട് കൈക്കൂലി കൊടുത്ത് കള്ളം പറയുവാൻ കൽപ്പിച്ചിട്ടും അത് നടക്കാതെ ഇന്നും ലോകമും ബുദ്ധിമാനും വിശ്വസിക്കുന്നത് അവൻ മണ്ണിൽ മറഞ്ഞുപോയവനല്ല, അവൻ ഇനി വിണ്ണിൽ നിന്ന് വീണ്ടും വരുന്നവൻ. തൻ്റെ സ്വന്തം ജീവന്മേൽ അധികാരം ഉള്ളവനായി ആദ്യവരവ്. ഇനി വരുന്നതോ സകല മനുഷ്യരുടെ ജീവന്റെ മേൽ അധികാരം ഉണ്ട് എന്ന് സ്ഥാപിപ്പാൻ യോഹന്നാൻ 5:29 അവൻ വരുമ്പോൾ അവൻ്റെ ശബ്ദം കേട്ട് കല്ലറകൾ തിറക്കും, സർവരും ഉയിർക്കും. ഇതിനായി അവൻ വരുന്നു. ആകയാൽ യേശുവിന് ഭയപ്പെടുക. സഭാപ്രസംഗി 8:12 ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയമായി ഞാൻ അറിയുന്നു. നാളെ ദിവസത്തെക്കുറിച്ച് ഭയപ്പെടരുത്. നീ ചെറിയവനായിപ്പോയെന്ന് ഭയപ്പെടരുത്. മനുഷ്യനെ ഭയപ്പെടരുത്, മരണത്തെ ഭയപ്പെടരുത്, ദോഷത്തെ ഭയപ്പെടരുത്. ദൈവത്തെ ഭയപ്പെടുക, നിനക്ക് നന്മ വരും. എഴുന്നേൽക്കാം. നന്ദി, 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 നന്ദി യേശുവേ, നന്ദി, 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 നന്ദി യേശുവേ, നന്ദി. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ തട്ടി, അപ്പാ കേട്ട വചനം ഉള്ളിൽ നട്ടുവയ്ക്കുവാൻ കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമപ്പാ. വാ തുറക്കാം, വാ തുറക്കാം. അഗ്നി ശക്തി ഇറങ്ങുന്നു, അഗ്നി ശക്തി ഇറങ്ങുന്നു. ഓരോ ആളുകളിലും, ഓരോ വ്യക്തികളിലും, ഓരോ വ്യക്തികളിലും ശക്തിയോടെ, ശക്തിയോടെ ശബ്ദമുയർത്തി, 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 ശബ്ദമുയർത്തി. ബലമായി, 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 ബലമായി. എല്ലാ ആളുകളും ഈ വചനം ഒരു നാളും നീ മറക്കരുത്. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. സർവത്തിൻ്റെയും സാരം ദൈവഭയം, ദൈവഭയം. സർവത്തിൻ്റെയും സാരം ദൈവഭയം. യേശുവേ, കരയുക, കരയുക. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഇരുളിൻ്റെ അനുഭവത്തിൽ ഇന്ന് ഒരു വിടുതൽ എനിക്ക് തരണമേ, തരണമേ. എൻ്റെ ശത്രുവിന് ദൈവം സന്ദർശിക്കണമേ, സന്ദർശിക്കണമേ. ശത്രുവിനെ സന്ദർശിക്കണമേ, ജയം തരണമേ, ഉയർച്ച തരണമേ, ഉയർച്ച തരണമേ. എൻ്റെ കുടുംബത്തിന് ഉയർച്ച തരണമേ. എൻ്റെ മക്കളുടെ വിശപ്പ് ദൈവം മാറ്റിത്തരണമേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല പൊസിഷൻ നൽകണമേ, നല്ല അഡ്മിഷൻ നൽകണമേ. എൻ്റെ വ്യാപാരം ഉയർച്ച പ്രാപിക്കട്ടപ്പാ. എൻ്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന വ്യാധി ഇന്ന് വിട്ടു മാറണമേ. വാ തുറക്ക, വാ തുറക്ക. ആരും കണ്ണുകൾ തുറന്ന് നിൽക്കരുത്. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി ശക്തിയോട്, 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 ശക്തിയോട്. ബലമായി, 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 ബലമായി. എല്ലാ ആളുകളും, എല്ലാ വ്യക്തികളും, എല്ലാ വ്യക്തികളും നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. ആമേൻ, 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 ആമേൻ. കള്ളുകുടി, കോപ്രായം, സിനിമ സീരിയൽ, ജംഗ്ഷനിൽ പോയി കാത്തുനിൽപ്പ്, കുണ്ടണി, തമ്മിൽ തമ്മിൽ പോര്, നാടകം, സിനിമ, സാരായം, കൈക്കൂലി വിട്ട്
വിട്ടു വരുക മക്കളെ. യേശുവിൻ നാമത്തിൽ വിടുതൽ, വിടുതൽ. വാ തുറന്ന് ഉച്ചമായി സ്തുതിക്കുക, ശബ്ദമായി സ്തുതിക്കുക, ശബ്ദമായി സ്തുതിക്കുക. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു. ആത്മനിറവ്, ആത്മനിറവ്. എല്ലാ ആളുകളും, എല്ലാ വ്യക്തികളും, എല്ലാ വ്യക്തികളും ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പീൻ, ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പീ. എനിക്ക് ആത്മാവിൻ്റെ നിറവ് വേണം. വാ തുറന്നാട്ടെ. കയ്യും കെട്ടി ആസാന പോലെ നിന്നത് മടി. നിലവിളിച്ചാട്ടെ, ദൈവസന്നിധിയിൽ നിലവിളിച്ചാട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഓം ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ. വാഴും രക്ഷിതാവിൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെയപ്പോഴും. കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ. അഗ്നി, 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 അഗ്നി. ഓരോരുത്തരിലും, ഓരോരുത്തരിലും, ഓരോരുത്തരിലും അഭിഷേകമഴ, 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 അഭിഷേകമഴ. രഗ ലന്ദന ശാലദൻ ധനദബ ടി 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 നിറച്ചതിനായി നന്ദി. മഹത്വം കർത്താവിന്. യേശുനാമത്തിൽ പിതാവേ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.